അക്കാണും മലമേലെ കാണുന്നൊരു വെള്ളിയരഞ്ഞാണം കണ്ടോ? ചെറുതായിട്ട് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ കാണാം ആ നീലപ്പരയുടെ നേരെ വലതുവശത്തായിട്ട്. അവിടേക്കാണ് ഇന്നത്തെ യാത്ര. പാലക്കുഴി വെള്ളച്ചാട്ടം ഞങ്ങളുടെ നാട്ടിലാണ്. ഇത്രയും നാൾ പോയില്ല എന്നുള്ള എൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി ഞാനും കൂട്ടുകാരൻ തോമസും കൂടി പോവുകയാണ്. പച്ചച്ച പാടങ്ങൾ, പച്ച വിരിച്ച പാടങ്ങൾ. യാത്ര മുഴുവൻ ഈ പറഞ്ഞ കനാൽ ബണ്ടിലൂടെയും ഒക്കെ ആയിരുന്നു. ഇതിൻ്റെയൊക്കെ ശരിക്കും ആസ്വാദനം അറിയണമെങ്കിൽ കുറേ നാൾ ടൗണിൽ പോയിട്ടിരിക്കണം. ഇതാണ് മലയോര ഹൈവേ. ഇങ്ങനെ ഈ പോയിക്കൊണ്ടിരിക്കുക. വാൽക്കുളമ്പ്, അമ്പട്ടന്തരിശ്, അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് ആ വഴിക്ക്. എനിക്ക് മുഴുവൻ പേര് ഓർമ്മയില്ല. വീണ്ടും നല്ലൊരു പാടം കണ്ടപ്പോൾ അതും ഒരു ഫോട്ടോയിലാക്കി. വീണ്ടും കാട്ടിലേക്കുള്ള വഴി ശരിക്ക് നാഷണൽ ഹൈവേ പോലെ വീതിയില്ലെങ്കിലും ഇങ്ങനെ ദൂരേക്ക് കാണുന്ന രീതിയിൽ നിൽക്കുകയാണ്. നല്ല രസമായിരുന്നു ആ സ്ഥലം. അത്യാവശ്യം ഇതൊരു ഉഗ്രൻ സൈറ്റാണ്. ശരിക്കൊരു കോട്ടേജ് കെട്ടാൻ പറ്റിയ ഒരു സ്ഥലമാണത്. ശരിക്കും നല്ല രസമാണ് കാണാൻ. നല്ല വ്യൂ, ഓസൽ വ്യൂ ആയിരുന്നു. സൂപ്പർ വ്യൂ. ഈ സ്ഥലം ഏകദേശം എത്താറായിട്ടോ. ഈ കാണുന്നതാണ് പാലക്കുഴി ഡാമിൻ്റെ സൈറ്റ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് സൈറ്റ്. ഇവിടെ എത്തും. വെള്ളം ഒഴുകി താഴേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഈ ഡാം കെട്ടിക്ക് നിറച്ചിട്ട് അവിടെ നിന്ന് പൈപ്പിലൂടെ വെള്ളം താഴേക്ക് കൊണ്ടുപോകാനാണ് പദ്ധതി. അതാണ് ജലവൈദ്യുത പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ധാരാളം വർക്കുകളുണ്ട്. പക്ഷെ പവർ പ്രൊജക്റ്റിൻ്റെ താഴെ കൊന്നക്കൽക്കടവിൻ്റെ അടുത്തായിട്ട് അവിടെയുള്ള സംഗതികളൊന്നുമില്ല. അത് ഇവിടെയാണ് ഡാമിൻ്റെയൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുക. അത്ര ഈ കുറച്ച് തോട്ടവും തൊടികളൊക്കെ പോകും എന്നാണ് അവിടുത്തെ സമീപവാസികൾ പറയുന്നത്. പക്ഷെ എന്തായാലും നമ്മുടെ നാട്ടിൽ ജലവൈദ്യുത പ്രൊജക്റ്റ് വരികയാണല്ലോ. ഇതെൻ്റെ സുഹൃത്ത് അവനിങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ചു തരും. ഞാനും പണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. വളരെ ചെറുപ്പത്തിൽ ഞങ്ങൾ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. എൻ്റെ അതൊക്കെ എങ്ങനെയൊക്കെ അന്യാധീനപ്പെട്ടുപോയി. ഉപയോഗിക്കണം അടുത്തുള്ള അതിലുള്ള വിഷയം. ഇതിലിത് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. വെള്ളം നല്ല ഒഴുക്കുണ്ട്. സൂപ്പർ സ്റ്റൈല്. വീണ്ടും നടക്കുകയാണ്. എന്തായാലും ഒരു സെൽഫി വീഡിയോ ഒക്കെ ആകട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ. കണ്ടില്ലേ, ആ പാരലായിട്ട് നമ്മൾ നടക്കുന്ന വഴിയുണ്ട്. കാട്ടിനകത്തൂടെ പോകണം കേട്ടോ. ഇതിൻ്റെ വെള്ളച്ചാട്ടം കാണാനാണ് ഇനി യാത്ര. കാട്ടിനകത്തൂടെ നടക്കണം. വണ്ടി നിർത്തിയിട്ട് കാട്ടിനകത്തൂടെ നടക്കണം. കണ്ടില്ലേ, ഈ ഇടവഴി കൂടെ പോയി. നല്ല രസമാണ്. നല്ല രസമെന്ന് പറഞ്ഞാൽ ശരിക്കും ആസ്വാദ്യകരമാണ്. എന്ത് രസമാണത്. ഇങ്ങനെ പോയി പുഴയുടെ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. പാറ ഇതിന് മുമ്പിട്ടുണ്ടായിരുന്നു ചെറിയ ഷോർട്ട് വീഡിയോ. വഴിക്ക് തന്നെ വീണു. യഥാർത്ഥത്തിൽ അവിടെ അഭിനയമല്ല, യഥാർത്ഥത്തിൽ വീണു. വിസ്താരമേറിയ കട്ടരുവി എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയാണ്. ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലം. കുളിക്കാനൊക്കെ നല്ല രസം. വാഴച്ചാലിലേക്ക് വെള്ളം പൊടങ്ങി അതിരപ്പള്ളി വാഴച്ചാലിൽ വെള്ളം പൊടങ്ങി ഒഴുകി പോവുക. അത് വളരെ കൗതുകമാണ് കേട്ടോ. ഇവിടെ വമ്പനൊരു പാറ. ഇതിൻ്റെ ആ പാറയിലാണ് അള്ളിപ്പിടിച്ചിരിക്കുന്നത് മരങ്ങൾ. വളരെ വർഷം പഴക്കമുള്ളതാണ് കേട്ടോ അത്. ഇതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെ. ആ മരങ്ങൾ നിൽക്കുന്നത് മുഴുവൻ പാറയുടെ മേലെയാണ്. നല്ല രസമാണ് കാണാൻ. കണ്ടില്ലേ, ഇത് പാറയുടെ മറ്റൊരു വ്യൂ. താഴെ കണ്ടില്ലേ, ആളുകളൊക്കെ വന്നവരൊക്കെ അവർക്കാകുന്നത് ചെയ്തു വെച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ ഇതാ കുപ്പികൾക്ക് കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ അങ്ങനെയുള്ള നല്ല സംസ്കാരത്തിൻ്റെ ഉടമകളായതുകൊണ്ട് അതും ഇവിടെ കാണണമല്ലോ. കാട്ടിനകത്താണ്, എന്നാലും അത് കാണാതിരിക്കാൻ വയ്യ. വീഴുന്ന പിടക്കുന്ന വീഴുണ്ട്. അതാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിനൊന്നും പറ്റാതെ എണീറ്റ് വന്നു എന്നുള്ള എൻ്റെ ഒരു ഭാഗ്യം. വീണ്ടും കുറച്ചുകൂടി താഴേക്ക് പോകണം. യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ആദ്യം കണ്ട ആ വെള്ളിയുടെ അരഞ്ഞാണം കാണണമെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് പോകണം. അതിന് ഈ പുഴ അങ്ങോട്ട് കിടക്കണം കേട്ടോ.
ഇപ്പുറത്തേക്ക് കടന്നു വരണം. എന്നിട്ട് കുറച്ചുകൂടി നടന്നു പോയാലാണ് നമ്മൾ ഈ കാണുന്ന പുഴ കാണുന്നത്. ഓരോ രസമല്ലേ ഇതൊക്കെ. ചെറുപ്പത്തിൽ ഇതുപോലെ പുഴയിലൊക്കെ കുളിക്കുന്നതാണ്. ഇതതിൻ്റെ ഒരു രസകരമായിട്ട് ഒന്ന് ആസ്വദിച്ചു എന്ന് മാത്രം. എന്ത് രസമല്ലേ പുഴയുടെ ആ ചന്തം. അതിങ്ങനെ കടന്നു വന്ന് പഴയ കാലൊക്കെ ഓടി കയറിയിട്ടുണ്ടാവില്ലേ. നമ്മള് വയസ്സായി വരികയല്ലേ. ഓരോരോ മരത്തിൻ്റെ ഇടയിൽ കൂടെയും പാറയിൽ വഴുക്കാതെയൊക്കെ നടക്കണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം. എത്തിക്കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ നമുക്ക് പറ്റില്ല. ഇത് അവിടെ നിന്ന് നോക്കുമ്പോഴുണ്ടാകുന്ന ദൂരദൃശ്യങ്ങളാണ്. ഇതാണ് അതിൻ്റെ നമ്മൾ ആദ്യം കണ്ട ആ വെള്ളിയറിഞ്ഞാണത്തിൻ്റെ കാഴ്ച. ഈ സാധനം ഇതാണ് ദൂരെ നിന്ന് ആ ഒരു മാർക്ക് പോലെ കണ്ടത്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകണമെങ്കിൽ താഴേന്ന് പോകണം. വേറൊരു വഴി കൂടെ നടന്നു പോകണം. ഇതിൻ്റെ ആഴത്തേക്ക് പഠിക്കുന്ന ആ വെള്ളം പഠിക്കുന്ന സ്ഥലത്താണ്. നമ്മൾ അത്രയ്ക്ക് റിസ്ക് എടുക്കാനൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജായില്ല. വയസ്സും പ്രയാക്കാവുമ്പോഴൊക്കെ റിസ്ക് ഒഴിവാകും. ഇതൊരു കാഴ്ചയായിരുന്നു അത്. അപ്പം ഞാൻ ആലോചിക്കും, മഴവെള്ളമൊക്കെ വന്നിട്ട് കുത്തിയൊലിക്കുന്ന കലങ്ങിയ വെള്ളം വരികയാണെങ്കിൽ ഈ ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷെ അതിഭയങ്കരമായ ഒരു എന്താ പറയുക, ഭയങ്കരമായ ഭംഗിയായിരിക്കും. കലങ്ങി ഒഴുകുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കും. ഇവിടെ വഴുക്കലൊക്കെ ഉണ്ട്. എന്നാലും വെറുതെ ഇങ്ങനെ ധൈര്യത്തിൽ ഇങ്ങനെ പോയത് മാത്രം. പക്ഷെ കഷ്ടകാലത്തിന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. വഴുക്കിയാൽ പിന്നെ പിടുത്തം കിട്ടില്ല കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണമെങ്കിൽ വേണ്ടി ഞാൻ പ്രത്യേകം പറയണം. പിന്നെ താഴേക്ക് തന്നെ നിബന്ധിച്ചു പോവുക എന്ന് പറഞ്ഞ് കേട്ടില്ലേ. ഇതൊക്കെ ഒരു ഷോവനിസം. വെറുതെ ഓട്ടിച്ചാടി ഒരു സ്ലോ മോഷനൊക്കെ വരുമ്പോൾ സുഖമല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇതങ്ങനെ താഴേക്ക് പോയാൽ ഒരുപാട് ആഴമാണത്. അപ്പോൾ അതുകൊണ്ട് ഈ കാഴ്ചക്കാർ ശ്രദ്ധിക്കണം. വളരെ അവിടെ പ്രത്യേകിച്ച് ബോർഡറൊന്നുമില്ല, കമ്പിവേലിയില്ല, ഒന്നുമില്ല. ഒന്ന് വഴുക്കിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. പ്രത്യേകമായിട്ട് എല്ലാ കാഴ്ചക്കാരോടും അല്ലെങ്കിൽ ഇത് കാണാൻ വരുന്ന എല്ലാവരോടും പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ. വളരെയധികം സൂക്ഷിച്ചു പോകണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. എൻ്റെ ഇതങ്ങോട്ട് പോകും താഴേക്ക്. എന്തൊരു ഭംഗിയായിരുന്നു അത് കാണാൻ. അതിഭയങ്കരമായ ഭംഗി. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞു മടങ്ങുകയാണ്. പാലക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളുമായിട്ട് ഇതാ മടങ്ങുന്നു. ഓക്കെ.